സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവേശന പരീക്ഷകൾക്ക് ജില്ലയിൽ തുടക്കമായി. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ശരിയ പ്ലസ്, സി പ്ലസ്, ലൈഫ് പ്ലസ് കോഴ്സുകളിലേക്കാണ് പ്രവേശന പരീക്ഷകൾ. കൂത്തുപറമ്പിൽ ഷംസുൽ ഉലമ അക്കാദമിയിലാണ് പരീക്ഷ നടക്കുന്നത്. കൂത്തുപറമ്പ് ഷംസുൽ ഉലമ അക്കാദമിയിൽ വെച്ച് നടന്ന ശരിയ പ്ലസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 8ാം ക്ലാസ്സിലേക്കുള്ള കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തോടൊപ്പം മതപഠനവും ഉറപ്പുവരുത്തുന്നതാണ് ഈ കോഴ്സെന്ന് SNEC സൂപ്പർവൈസർ നിഷാദ് പറഞ്ഞു. ഷംസുൽ ഉലമ അക്കാദമിയിൽ SNECയുടെ സ്ഥാപനം നടക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കേവലം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തോടു കൂടി ആനുകാലികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയെ AI ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ SNECയുടെ സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും വരുന്ന അപ്ഡേഷനുകൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ലോകത്തോട് സംവദിക്കാൻ പറ്റുന്ന, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സ്ട്രീമുകളുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഷംസുൽ ഉലമ അക്കാദമിയിൽ നല്ല രീതിയിലുള്ള പാഠ്യേതര പദ്ധതികളാണ് നടക്കുന്നതെന്ന് സെക്രട്ടറി റഹീം ബാണത്തുകണ്ടി പറഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ ഈ സ്ഥാപനം SNECയിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ സുദീർഘമായ രൂപത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഇതിൻ്റെ 2ാം വർഷത്തെ ഇന്നത്തെ ഈ ഓൺലൈനായിട്ട് എക്സാം എഴുതിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ല മാതൃകാ വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നതാണ് ഈ പാഠ്യപദ്ധതിയിലൂടെ ബഹുമാനപ്പെട്ട സമസ്ത മുന്നോട്ട് വെക്കുന്ന ഒരു സംവിധാനം. അതിൻ്റെ 2ാം വർഷത്തെ അഡ്മിഷന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കുള്ള എൻട്രൻസ് പരീക്ഷയോടൊപ്പം രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ബോധവൽക്കരണ പരിപാടി ജുനൈസ് സാഅദി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CH മൂസ ഹാജി അധ്യക്ഷനായി. മൊയ്തു നിസാമി, റഹീം ബാണത്തുകണ്ടി, KK അഹമ്മദ് ഹാജി, UV അഷ്റഫ് ഹാജി, ദാവൂദ് പേറ്റുമ്മൽ, ജവാദ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു.